Number you have called is not accepting any calls at this moment. Please try again later. താങ്കൾ വിളിച്ച നമ്പർ ഈ സമയം കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല. നമ്മുടെ സംവാദം നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കോഴിക്കോട് നിന്നും പരിസരത്തു നിന്നുമാണ് മുജാഹിദിന്റെ മൗലവിമാർ വരേണ്ടത്. ഇവിടെ നമ്മുടെ വ്യവസ്ഥയിൽ ഇടപെട്ടിരുന്ന മമ്മൂട്ടി മൗലവി മാത്രമാണുള്ളത്. അല്ലാത്തവർ പുറത്തുനിന്നാണ് വരേണ്ടത്. ചുരത്തിലെ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ, വളരെ വൈകി മാത്രമേ വാഹനങ്ങൾക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയതാണ് രാത്രി. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാഹനം യാത്ര സംബന്ധമായ എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ എത്താൻ വൈകുന്നത്. വ്യവസ്ഥ എഴുതുകയും വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സംവാദത്തിന് മൗലവി വിഭാഗം ഒരിക്കലും ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാവാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ മുജാഹിദിന്റെ മടവൂർ വിഭാഗം ഇങ്ങനെയൊരു സംവാദത്തിന് തയ്യാറായത് തന്നെ വളരെ ശ്ലാഘനീയമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ വായിച്ചതിൽ നിന്ന് നമുക്കറിയാം അവർ സംവാദത്തിനെത്തും. നമ്മൾ അവരെ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ സംവാദം നടക്കുമ്പോൾ ഇവിടെ സ്റ്റേജിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മുജാഹിദ് വിഭാഗം, സുന്നി വിഭാഗം എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് സംവാദം നടക്കുക. അങ്ങനെ അവർ വന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മറ്റു പരിപാടികൾ തുടരാവുന്നതാണ്. വരാതിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും വരില്ല എന്ന് ഞാൻ പറയില്ല. വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വേദിയിൽ ഉള്ളതുപോലെ രണ്ട് ഭാഗമായി തന്നെ പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിലേക്ക് നമ്മുടെ സുന്നി പ്രവർത്തകരൊക്കെ ഈ സൈഡിലേക്ക് മാറിയിരിക്കണം. അപ്പുറത്തെ കസേരയിൽ ആര് വന്നിട്ടില്ല എങ്കിലും വന്നാലും എല്ലാവരും ഈ ഭാഗത്തേക്ക്, സുന്നി പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് മാറിയിരുന്നാൽ പിന്നെ ചില നിഷ്പക്ഷമതികളായ ആളുകളുണ്ടാവും. അവർ ഒരു സംഘടനയുടെ ലെവലിലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ലെവലിലോ ഇരിക്കാത്തവരായിരിക്കാം. അവർക്ക് സൗകര്യം പോലെ ഇരിക്കാവുന്നതാണ്. അല്ലാത്തവരൊക്കെ ഒരു ഭാഗത്ത്, അഥവാ സുന്നി പ്രവർത്തകർ ഈ ഭാഗത്താണ് ഇരിക്കേണ്ടത്. അതോടെ നമ്മുടെ സംവാദം ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾക്കകം നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അള്ളാഹു നാം നിശ്ചയിച്ചതുപോലെ, നാം വ്യവസ്ഥ എഴുതിയതുപോലെയുള്ള ഒരു സംവാദം നടത്താൻ നമുക്ക് തൗഫീക്ക് നൽകുകയും ഇത്തരമൊരു നല്ല സന്ദർഭത്തിൽ ഒരു സംവിധാനത്തിൽ വന്നു ചേർന്ന് അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ സത്യസന്ധതയോ വൈകല്യമോ അതിലേതായാലും അത് തെളിയിക്കാനുള്ള അവസരവും അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. സദസ്സിലേക്ക് കയറിയിരിക്കുക. നമ്മുടെ പരിപാടി ഉടൻ ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് മൗലവിമാർ എത്തിച്ചേരുമെന്നാണ് അവർ ആദ്യം നമ്മെ അറിയിച്ചിരുന്നത്. അതുപോലെ എത്തിച്ചേരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എത്തിച്ചേരുന്നില്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ അവരുടെ എന്നേക്കുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ അന്ത്യകുദാശയുടെ ആരംഭം ഇവിടെ നടക്കും. വയനാട് വെച്ച് ഇനിയൊരിക്കലും വഹാബിസത്തിന്റെ ആശയം പറയാൻ മുജാഹിദ് നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അവസരമില്ലാത്ത വിധം മുജാഹിദ് പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കും അവരിവിടെ വന്നില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത്. വന്നാൽ ഇൻഷാ അല്ലാഹ് മുഖാമുഖം ഇരുന്ന് പണ്ഡിതന്മാരുമായി സംവദിക്കുന്നതോടെ
ആദർശത്തിന്റെ അവസാനവും കൂടി നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാവും. എന്തു തന്നെയായാലും, വന്നാലും വന്നില്ലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അപകടം നിറഞ്ഞ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഏറ്റവും അപകടകരമായ നിമിഷത്തിലേക്കാണ് നീങ്ങുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വരാതെ പരിപാടികൾ പിരിച്ചുവിട്ട് പുറത്തുപോയാൽ നിങ്ങളുടെ കടുത്ത ശത്രുക്കളായ മൗലവി വിഭാഗത്തിന്റെ നേതാക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയിട്ട് ഒളിച്ചോടിയതിന്റെ പേരിൽ നമ്മുടെ മൗലവി വിഭാഗത്തിലെ അനസ് മൗലവിയും കായക്കൊടിയും സക്കരിയ സലാഹിയുമൊക്കെ ജിന്നുകളുടെ സഹായത്തോടെ നിങ്ങളെ നേരിടാൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും എന്നുകൂടി മുന്നറിയിപ്പായി ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ എന്ത് ആദർശപരമായ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചാലും, പ്രാധാനികമായ പരാജയങ്ങൾ സംഭവിച്ചാലും, ആദർശ പ്രസ്ഥാനങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മടവൂരുകളിലെ മൗലവി വിഭാഗത്തിലേക്കോ സുന്നിസത്തിലേക്കോ ആളുകൾ കൂടൊഴിയേണ്ടി വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിനുത്തരവാദികളായിരിക്കില്ലെന്ന് അറിയിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. സാധാരണ സമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് പല മുന്നറിയിപ്പുകളും നൽകാറുണ്ട്. സദസ്സിലേക്ക് കടന്നു വരാൻ, അതുപോലെ സദസ്സിൽ കടന്നിരിക്കാൻ തുടങ്ങിയ മുന്നറിയിപ്പുകൾ നൽകുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ യഥാർത്ഥ ആദർശത്തിന്റെ വക്താക്കൾ ഞങ്ങളാണെന്ന് പറയാറുള്ള മടവൂരികളോട് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ആദർശം സത്യസന്ധവും സുതാര്യവും പ്രമാണബദ്ധവുമാണെങ്കിൽ നിങ്ങൾക്കിവിടെ കടന്നു വരാനുള്ള അവസരമാണ്. നിമിഷങ്ങൾ കഴിഞ്ഞ്, സമയങ്ങൾ കഴിഞ്ഞ് അല്പം വൈകിപ്പോയാൽ നാം എഴുതിയ വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി മാറുമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്നും നൂറുകണക്കായ സുഹൃത്തുക്കൾ, നൂറുകണക്കായ മുസ്ലിങ്ങൾ, മുജാഹിദ് പ്രവർത്തകരും അല്ലാത്തവരുമായ ആളുകൾ ഈ സംവാദത്തെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുന്നി പ്രവർത്തകർ പ്രതീക്ഷയോടെയും മുജാഹിദ് പ്രവർത്തകർ ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ, നിങ്ങൾ വരാതിരിക്കുന്നതോടെ, നിങ്ങളുടെ പിന്മാറ്റത്തോടെ മുജാഹിദ് പ്രസ്ഥാനമെന്ന ഏറ്റവും വലിയ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ അസ്തമയത്തിന്റെ തുടക്കം വയനാടൻ ചെരുവുകളിൽ നിന്ന്, വയനാടൻ കുന്നിൻ മുകളിൽ നിന്ന്, ഈ പ്രകൃതി രമണീയമായ പ്രദേശത്ത് നിന്ന് നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സാമ്രാജ്യത്വത്തിനെതിരെ പോരടിച്ച് വിപ്ലവ വീര്യം തകർത്ത വയനാട്ടിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദ് പ്രവർത്തകരെ വിളിക്കുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ദാസ്യവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സാമ്രാജ്യത്വ ചാരന്മാരായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഏറ്റ സമയം കഴിഞ്ഞിട്ടും, ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ കാത്തിരുന്നിട്ടും നിങ്ങൾ വന്നു കാണുന്നില്ല. നിങ്ങൾ വരില്ലേ? നിങ്ങൾക്ക് വരാൻ തന്റെ ഇടമില്ലേ? ഞങ്ങളെ യുവ പണ്ഡിതന്മാരായ സുന്നി പണ്ഡിതന്മാരിലെ ഇളം തലമുറയിലെ യുവ പണ്ഡിതന്മാർ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംവാദം നടത്താൻ വരാൻ തന്റെ ഇടമില്ലേ? നിങ്ങൾ ഭയന്നുപോയോ? നിങ്ങൾ ആദർശവിത്രത്തോളം അപജയം സംഭവിച്ചു പോയോ? എങ്കിൽ ഞങ്ങളിതാ മറ്റൊരു വാക്ക് കൂടി തരാം. ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള, എന്നെപ്പോലെ എന്റെ സുഹൃത്തുക്കളായ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മുന്നിൽ തന്നെ. സാധാരണക്കാരായ പ്രവർത്തകർ, വയനാട്ടിലെ മമ്മൂട്ടി മുസ്ലിയാരെ ഞങ്ങൾ വിളിക്കുന്നു. ഒരുക്കി വെച്ച സംവാദത്തിന്റെ സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നു വരൂ. നിങ്ങൾക്ക് ഭയമുണ്ടാവാം. നൗഷാദ് ഹസനി ഉസ്താദിനെയും അതുപോലെ ചെറുവേരി ഉസ്താദിനെയും അതുപോലെ നമ്മുടെ അബ്ദുൽ അസീസ് സക്കാഫി വെള്ളയൂർ ഉസ്താദിനെയും ഒക്കെ നിങ്ങൾക്ക് ഭയമുണ്ടാവാം. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ. ഈ വെല്ലുവിളി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഓരോ സ്ഥലത്തും ഇനി ഞങ്ങൾ ഉയർത്താൻ പോകുന്ന വെല്ലുവിളി അതാണ്. സാധാരണ പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. മൗലവി, മുജാഹിദ് മൗലവിമാരോട്, ഉസ്താദുമാരെ ഭയപ്പെട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വരാതിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ തയ്യാറാണ് സംവാദത്തിന്. മുജാഹിദിന്റെ പണ്ഡിതന്മാരുമായി സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പണ്ഡിതന്മാർ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടിപ്പോൾ. നിങ്ങളോട് ഏറ്റുമുട്ടാൻ ഇവിടെ പണ്ഡിതന്മാരുടെ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ, തന്റെ ഇടമുള്ള മുജാഹിദുകൾ ലോകത്തെവിടെയെങ്കിലും, ആദർശമുള്ള മുജാഹിദുകൾ ലോകത്തെവിടെയെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓൺലൈനുകളിലൂടെ, ഓൺലൈൻ ചാനലിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് ആൺകുട്ടിയുണ്ടെങ്കിൽ, ആദർശമുള്ള, ആണത്വമുള്ള, ആദർശബോധമുള്ള ഒരു ആൺകുട്ടിയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും മുക്കുമൂലയിലുണ്ടെങ്കിൽ, വയനാട്ടിൽ നിന്നിപ്പോൾ വിളിച്ചാൽ UK-യിൽ നിന്ന് കേൾക്കാമെന്ന് ഞങ്ങൾക്കറിയാം.
അതുകൊണ്ട് മുജാഹിദിന്റെ മൗലവിമാരെ, മുജാഹിദിന്റെ പ്രവർത്തകരെ, മുജാഹിദിന്റെ പണ്ഡിതന്മാരെ, മുജാഹിദിന്റെ ഈ പരിപാടിയിൽ ഏറ്റിരുന്ന മടവൂർ വിഭാഗത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ അടക്കം ഞങ്ങൾ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് ഫോണിലൂടെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് സംവാദം നടത്താം. തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ഈ സദസ്സിൽ വരാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ലെങ്കിൽ അങ്ങനെ വരാനെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, പണ്ഡിതന്മാരെ കണ്ട് ഭയന്നോടിയതാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സംഘടനയിലെ ചാരന്മാരായ പലരും ഈ പ്രദേശത്ത് വന്നിട്ട് ഞങ്ങളുടെ പണ്ഡിതന്മാർ ആരാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെന്നും ഭയപ്പെടുന്ന, നിങ്ങളെപ്പോഴും ഭയപ്പെടുന്ന മൗലവി വിഭാഗത്തിലെ ഹനീഫയോടും സക്കരിയ സലാഹിയോടുമൊക്കെ സംവാദങ്ങളും ഖണ്ഡനങ്ങളും നടത്തിയിട്ട് അവരെ മലർത്തിയടിച്ച് വഹാബിസത്തിന്റെ മൗലവി വഹാബിസത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഉസ്താദുമാരാണ്, യുവപണ്ഡിതന്മാരാണ് ഇവിടെയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ തിരിച്ചുപോയതെങ്കിൽ ഞങ്ങളിതാ വീണ്ടും വിളിക്കുന്നു. സാധാരണ പ്രവർത്തകരോട് തയ്യാറാവൂ. ഉസ്താദുമാരെ ഞങ്ങൾ സ്റ്റേജിൽ നിന്നിറക്കിയിട്ട് ഉസ്താദുമാർ സൗകര്യപൂർവ്വം അവരുടെ കോളേജുകളിലേക്കും ദർസുകളിലേക്കും പൊയ്ക്കോട്ടെ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംവാദം നടത്താം. ഇവിടെ കൊണ്ടുവന്ന കിതാബുകൾ വെച്ച് തന്നെ സംവാദം നടത്താൻ സാധാരണ പ്രവർത്തകരായ ഞങ്ങൾ തയ്യാറുണ്ട്. തന്റെ ഇടമുള്ള മുജാഹിദുകളുണ്ടോ? ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു മുജാഹിദിന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു മുജാഹിദ് പ്രവർത്തകന് ആത്മാവുണ്ടെങ്കിൽ, ഒരു മുജാഹിദ് പ്രവർത്തകന്റെ പൾസ് ഉണ്ടെങ്കിൽ, അവരുടെ പൾസ് അടിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതൊരു വെല്ലുവിളി തന്നെയാണ്. സുന്നി പ്രസ്ഥാനത്തിന്റെ വെല്ലുവിളിയാണ്, ആദർശത്തിന് വെല്ലുവിളിയാണ്, ആത്മാഭിമാനമുള്ള സുന്നി സമൂഹത്തിന്റെ വെല്ലുവിളിയാണ്, ശൈഖുന ഖമറുൽ ഓരം വെച്ച് ജീവിക്കുന്ന സുന്നി പ്രവർത്തകരുടെ വെല്ലുവിളിയാണിത്. താജുല്ലുലമയാണ് ഞങ്ങളുടെ നേതാവ്, ഖമറുല്ലുലമയാണ് ഞങ്ങളുടെ നേതാവ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ മുജാഹിദ് പ്രവർത്തകരിൽ ഒരാളെങ്കിലും ആൺകുട്ടിയായുണ്ടെങ്കിൽ കടന്നു വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഔദ്യോഗിക വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. रसूल अल्लाह का नारा लगा हो गजब के है तेरे आका पे पहुंचा दे दुरूद रज रज के है या रसूल अल्लाह का नारा लगा हो गजब के है या रसूल अल्लाह का नारा. ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ ബർക്കസ് കോംപ്ലക്സ് ബാബർ റോഡ് കോഴിക്കോട്. ഫോൺ 9995997778 9605999900 9447351 മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. സംവാദമാണ് നടക്കുന്നതെങ്കിൽ ഞാനല്ല ഇവിടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട KS സക്കാഫി ഉസ്താദാണ് ഉണ്ടാവുക. മൗലവിമാരെത്തിയാൽ ഉടനെ ഈ വേദിയിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകും. ഉസ്താദുമാരാണ് കൈകാര്യം ചെയ്യുക. മധ്യസ്ഥനായിട്ടുള്ളത് KS സക്കാഫി ഉസ്താദാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ മാന്യമായി നാം അവർക്ക് എല്ലാ അവസരങ്ങളും നൽകേണ്ടതുണ്ട്. അതിന് അവർ പറഞ്ഞതുപോലെയുള്ള വ്യവസ്ഥയനുസരിച്ച് നാം അവരെ കാത്തിരുന്നു. പക്ഷേ അവരെ കണ്ടില്ല. ഇനിയും വൈകിപ്പിക്കാൻ സമയമില്ലല്ലോ. ഒരുപാട് സുഹൃത്തുക്കൾ പരിപാടി വീക്ഷിക്കാനും ഇതിൽ പങ്കെടുക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പരിപാടിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. എങ്കിലും ഏതൊരു ജീവിയെയും ഏത് ക്രിമിനൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാലും അല്പം വെള്ളം കൊടുത്ത് തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അല്പം വെള്ളം കൊടുക്കാറുണ്ട്. ആ നിലയിൽ വഹാബിസമാകുന്ന ഈ ശരീരം മൃത പ്രായത്തിലെത്തി നിൽക്കുന്നു ഈ നിമിഷങ്ങളിൽ എന്ന് നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ആ സാധനത്തിന് എന്താണ് സാധനത്തിന് വിളിക്കേണ്ട പേരെന്നറിയില്ല. അതിന് അവസാനമായ ഒരു അവസരം കൂടി ഞങ്ങൾ കൊടുക്കുന്നു. ഇതുവരെ വിളിച്ച്
അവർ വന്നു കാണുന്നില്ല. ഇനി പരിപാടി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞായാലും മൗലവിമാർ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളവരെ സ്വാഗതം ചെയ്യും. സംവിധാനങ്ങൾ അതിന് പറ്റും വിധത്തിൽ തന്നെ ക്രമീകരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കും എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ആദ്യമായി KS ഉസ്താദിനോടൊപ്പം നിന്ന് ചർച്ചകളിൽ പങ്കെടുത്ത വയനാട് ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനുമായ മമ്മൂട്ടി മൗലവിയാണ്. മമ്മൂട്ടി മൗലവിയെ അവരെ തന്നെ തീരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ചില അനുരണനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാവുന്നു. അതുകൊണ്ട് അവസാനമായി മമ്മൂട്ടി മൗലവി മനുഷ്യസഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രാ ബുദ്ധിമുട്ടുകളാലോ വഴിയിലെവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾക്കറിയേണ്ടതുണ്ട്. അവരെന്തുകൊണ്ടാണ് വരാത്തതെന്നും അറിയേണ്ടതുണ്ട്. അവരെഴുതി ഒപ്പിട്ട വ്യവസ്ഥയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. ഇത് വ്യവസ്ഥ ഞാൻ വായിക്കുന്നില്ല, അതിവിടെ ഉസ്താദുമാരൊക്കെ വായിക്കാനുണ്ട്. വ്യവസ്ഥയുടെ അവസാനം നമുക്ക് നറുക്കിടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് കഴിഞ്ഞിട്ട് സംബന്ധിച്ചവർ സാധാരണ എഴുതുന്ന വ്യവസ്ഥയുടെ അവസാനത്തിലുണ്ടാവുന്ന ഒരു രൂപമാണിത്. അവസാനം പറഞ്ഞിട്ടുണ്ട് സംബന്ധിച്ചവർ 7 പേരാണ് സംവാദ വ്യവസ്ഥയിൽ സംബന്ധിച്ചത്. ഒന്ന് KS മുഹമ്മദ് സക്കാഫി, നമ്മുടെ ബഹുമാന്യരായ ഉസ്താദ് അവർകളാണ്. അദ്ദേഹം ആ വ്യവസ്ഥയിൽ പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം ഇതിൽ ഒപ്പിട്ടു. നിങ്ങൾക്കൊക്കെ പേപ്പർ കാണാം ഇൻഷാ അല്ലാഹ്. ഇതൊരു ദൃശ്യവൽക്കരിക്കപ്പെട്ട് പുറത്തു വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കോപ്പിയും നിങ്ങൾക്കൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാനത് പ്രദർശിപ്പിക്കുന്നുവെന്ന് മാത്രം. രണ്ടാമത് ഒപ്പിട്ടത് T ഷെരീഫ്, അത് മുജാഹിദ് പ്രവർത്തകനാണ്. പിന്നെ മമ്മൂട്ടി മൗലവി എന്ന മമ്മൂട്ടി മുസ്ലിയാർ മൂന്നാമത്. അദ്ദേഹവും മമ്മൂട്ടി മുസ്ലിയാർ AK എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്തൊക്കെയോ ഒരു വളച്ചുരുട്ടിയിട്ടുള്ളൊരു ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ മൊയ്നുദ്ദീൻ സക്കാഫി, അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അസീസ് മുസ്ലിയാർ, അതും സുന്നി പ്രവർത്തകനാണ്. റഫീഖ് KA, അത് മുജാഹിദ് പ്രവർത്തകനാണ്. നവാസ് K. അങ്ങനെ 7 പേരാണുള്ളത്. അതിനിടയിൽ സൂചിപ്പിക്കാനുള്ളത്, സാധാരണ ഏത് സംവാദത്തിലും വ്യവസ്ഥ എഴുതുമ്പോൾ തുല്യ ആളുകളാണ് പങ്കെടുക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഉസ്താദുമാർ ഉദാരമായിട്ട് ഒരാളെ കൂടി അധികമാണ് അവർക്ക് നൽകിയത്. അങ്ങനെ 4 പേർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും 3 പേർ സുന്നികളുമാണ് ഈ സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്തത്. അഥവാ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ ബഹുഭൂരിപക്ഷത്തോടെ തീരുമാനിച്ചെടുത്ത തീരുമാനം. അതാണ് ഈ വ്യവസ്ഥ. ഈ വ്യവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ സംവാദത്തിന്റെ അടിസ്ഥാനപരമായ രേഖ. ഇതല്ലാത്ത ഒരു രേഖയും ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ലോകത്തില്ല, വയനാട്ടിലില്ല എന്നല്ല, ലോകത്തില്ല. ഇത് മാത്രമാണ് ഔദ്യോഗിക രേഖ. അതുകൊണ്ട് തന്നെ ഈ രേഖകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കെടുത്ത മുജാഹിദിലെ 4 പ്രവർത്തകരിൽ പ്രധാനിയായ മമ്മൂട്ടി മുസ്ലിയാർ വല്ല കാരണവശാലും വഴിയിൽ എവിടെയെങ്കിലും തങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ മറുവിഭാഗം മുജാഹിദുകളുടെ ജിന്നുകൾ ആരെങ്കിലും, പാലത്ത് ജിന്നോ എങ്ങനെ ഏതെങ്കിലും ഒരു ജിന്ന് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി ജിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നത് നിങ്ങളുടെ വയനാട്ടിലെ വളവിലാണ്. കുഞ്ഞീദ് മദനി പറഞ്ഞു തന്നത്. ആ വളവിന്റെ ഏതെങ്കിലും പരിസരത്തെങ്ങാനും കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിലും മൊബൈലിലൂടെ അദ്ദേഹത്തെ കിട്ടാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മമ്മൂട്ടി മുസ്ലിയാരിലേക്ക് ഫോണിലൂടെ പ്രവേശിക്കാം. ഹലോ, മമ്മൂട്ടി മുസ്ലിയാരെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുകയാണ്. മമ്മൂട്ടി മുസ്ലിയാർ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചതുകൊണ്ടും സംവാദ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പേരുള്ളത് കൊണ്ടും അദ്ദേഹം തന്നെയാണ് വയനാട്ടിലെ ഇന്ന് നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും. അതുകൊണ്ട് മമ്മൂട്ടി മുസ്ലിയാരെ നാം ഫോണിൽ ബന്ധപ്പെടുകയാണ്. അദ്ദേഹം ഇതുവരെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അല്പം മുമ്പ് വരെ. ആ നമ്പറിൽ നാം ബന്ധപ്പെടുകയാണ്.
അദ്ദേഹം ഫോൺ എടുത്തില്ലെങ്കിൽ പരസ്യമായി ഇവിടെ ആളുകൾക്കൊക്കെ നമ്പർ കിട്ടിയാൽ വിളിച്ച് ബന്ധപ്പെടാൻ അവസരം ഉണ്ടാവുമല്ലോ. ഹലോ, മുസ്ലിയാരല്ലേ? മമ്മൂട്ടി മുസ്ലിയാരല്ലേ? അതെ. അപ്പൊ നമ്മള് 7-ാം തീയതി ബത്തേരി വിക്ടോറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു സംവാദം നടത്താൻ ഒരു തീരുമാനവും നിങ്ങളൊരു വ്യവസ്ഥയുമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ആരാ വിളിക്കുന്നത്? എന്റെ പേര് മുഹമ്മദ് എന്നാണ്, രാമന്തളി. മുഹമ്മദ്. രാമന്തളി. അതെ, മുഹമ്മദ് രാമന്തളിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്താണ്, സുഖം തന്നെയല്ലേ? വിശേഷമൊക്കെ? അൽഹംദുലില്ലാ. എവിടെയാണുള്ളത്? വീട്ടിലാണോ അല്ല ഡ്യൂട്ടിയിലാണോ? ഞാന് ഇന്നലെ ഇന്നത്തെ ഒരു ആദർശ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നു ബത്തേരി. ആ സമയത്ത് KS മുഹമ്മദ് സക്കാഫി വല്ലാതെ ആക്രമണം കാണിച്ചു. ഹലോ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ആക്രമണം കാണിച്ചപ്പോ ഇന്നലെ സംഘാടകരായ ആളുകൾ പറഞ്ഞു, നമ്മളിനി പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ ഇങ്ങനെ ആണെങ്കിൽ നാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പൊ സംഘാടകർ ആ പരിപാടി സംഘടിപ്പിച്ചാൽ ഞാൻ വരുമെന്ന് ഇന്നലെ രാത്രി SISന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. സംഘാടകര് വരും. SSF അവിടെ എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അത് നടന്നോട്ടെ, കുഴപ്പമില്ല. ഒരാദർശ പഠന വേദി ഉപയോഗപ്പെടുത്താൻ ഒരല്പമെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സംഘാടകർക്ക് പരിപാടി വിട്ടുകൊടുക്കണമായിരുന്നു. അപ്പോ അതിന് പൂർണ്ണമായ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും പ്രതീക്ഷിക്കുക. നടന്നത് എന്നുള്ള പൂർണ്ണമായ വിശദീകരണം ബത്തേരിയിൽ വെച്ച് LCD ക്ലിപ്പിംഗ് അടക്കം ആ സഖാഫിയുടെ ആക്രമണം എന്തായിരുന്നു ഇന്നലെ നടന്നതെന്ന് കാണിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു ക്ലിപ്പ് CD ഉടനെ പ്രതീക്ഷിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, മൗലവി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നമ്മൾ ആ വ്യവസ്ഥയിൽ പറഞ്ഞത് സൗഹൃദ ചർച്ചയുടെ തീരുമാനങ്ങളും സംബന്ധിച്ചവരെന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനം എടുത്തിട്ട് അവസാനം പങ്കെടുത്തവർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരടക്കം KSന്റെ പേരടക്കം 7 ആളുകളുടെ പേരുകളാണ് ചേർത്തിയിട്ടുള്ളത്. അതില് ഒരു സൗഹൃദ സമിതിയോ അല്ലെങ്കിൽ ഒരു സംഘാടകരുടെ പേരോ കാണാനില്ല. അതെ. അപ്പൊ പിന്നെ ഈ സൗഹൃദ വേദി അല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്. വ്യവസ്ഥയിൽ പറഞ്ഞില്ലല്ലോ. അല്ല, സംഘാടകർ എന്ന് തന്നെ പറഞ്ഞാലും സംഘാടകർ താങ്കളടക്കം ഉള്ള 7 ആളുകളാണ് സംഘാടകർ. അല്ലാതെ മറ്റൊരു സംഘാടകർ എവിടെയെങ്കിലും ഉള്ളതായി രേഖയോ മറ്റെന്തെങ്കിലും തെളിവുകളോ നമ്മുടെ കയ്യിൽ 7 ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘാടകരാണ്. അതിൽ 7 ആളുകളാണ് സംഘാടകർ. ആ സംഘാടകർ ഏത് തീരുമാനത്തിനെതിരെ ആരാണ് അതിൽ നിന്ന് പറഞ്ഞത്? ഇങ്ങനെ പരിപാടി നടത്തണ്ട എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ പരിപാടിക്ക് ഇന്നലെ അല്ലല്ലോ, ഇന്നത്തെ പരിപാടിക്ക് നമ്മൾ ഇന്നാണല്ലോ തീരുമാനം. ഇന്നത്തെ പരിപാടി സുഗമമായി നടത്താൻ വേണ്ടി ഇന്നലെ കൂടിയിരുന്നു. ഇന്നത്തെ പരിപാടി സുഗമമായി നടത്താൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ കൂടിയിരുന്നു. ഞങ്ങൾ 7 ആള്. ആ കൂടിയിരുന്ന 7 ആളുകളിൽ പോലും KS സഖാഫി പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. 7 ആളുകൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ആസൂത്രിതമായ ഒഴിഞ്ഞുമാറ്റത്തിന് വേണ്ടി സംഘാടകർ രാമന്തളിയല്ല വിളിക്കേണ്ടത്, സംഘാടകർ വിളിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം ഞാൻ അവിടെ എത്തും. സംഘാടകർ എന്ന പേരിൽ 7 പേരിൽ സുന്നി പക്ഷത്തുള്ള 3 ആളുകളെയും ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഫോണിൽ കൊണ്ടുവരാം. നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ? സംഘാടകരായിട്ടുള്ള മുഴുവൻ പരിപാടി നടത്തേണ്ടത് രാമന്തളിയല്ല. തീർച്ചയായും രാമന്തളിയല്ല. പക്ഷേ ഞാൻ ഇടപെട്ട് ഫോൺ കൊടുക്കൂ. ആളുകളിൽ മുജാഹിദ് പ്രവർത്തകരാണ്. അവരുടെ സമ്മതം നിങ്ങൾ അറിയിക്കൂടനെ. തൊട്ടുടനെ ഞാൻ ഈ മൈക്കിൽ ഈ ഫോണിലൂടെ 3 പേരുടെ മറ്റും 3 പേർക്കും ഫോൺ കൊടുക്കും. SSFകാർക്ക് ഇതിൽ റോളില്ല. പരിപാടി നടത്തേണ്ടത്
മൗലവിയോട് ഞാൻ ചോദിച്ചത് SSFകാരുടെ കഥയല്ല, ഈ സംഘാടകരിലെ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഘാടകരിലെ 4 മുജാഹിദ് പ്രവർത്തകരുടെ അഭിപ്രായം നിങ്ങൾ ഇപ്പോൾ അറിയിക്കൂ. നിങ്ങൾ പറയൂ, 4 മുജാഹിദ് പ്രവർത്തകരായ സംഘാടകർ നിങ്ങളടങ്ങുന്ന 4 സംഘാടകരുടെ അഭിപ്രായം എന്താണ്? പറയൂ. സംഘാടകർ പരിപാടിയായി മുന്നോട്ട് പോവാണെങ്കിൽ ഞാൻ 100% തയ്യാറാണ്. ഓക്കെ, സുന്നി പക്ഷത്തുള്ള കൊടുക്കൂ. സുന്നി പക്ഷത്തുള്ള 3 സംഘാടകരും തയ്യാറാണ്. മുജാഹിദ് പക്ഷത്തുള്ള 4 സംഘാടകർ തയ്യാറാണോ? സഹോദര, ഇന്നത്തെ പരിപാടി വളരെ നമ്മൾ നീട്ടി പരസ്യമൊന്നും പറയേണ്ട, ഒന്നും പറയാനതില്ല. ആക്രമണം നൽകിയ പ്രഖ്യാപി അവിടെ ഉണ്ടോ? സുന്നി പക്ഷത്തുള്ള 3 ആളുകൾ തയ്യാറാണെന്ന് അവർ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ അതിൽ ബന്ധപ്പെട്ട ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. ഈ റോള് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യമില്ല. നിങ്ങൾ ഈ റോഡ് ചോദിച്ച് എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത് മൗലവി? ഇപ്പോഴും തയ്യാറാണ്. ഇപ്പോഴും തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്ത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ മൗലവി സുന്നികൾ സംഘടിപ്പിക്കുന്ന പരിപാടിയും സുന്നികൾ സംഘടിപ്പിച്ച പരിപാടി എന്നല്ല, മുജാഹിദും സുന്നി പ്രവർത്തകരെയാണ്. അതുകൊണ്ട് ഇന്ന് അവിടെ നടക്കുന്ന പരിപാടി സുന്നികൾ സംഘടിപ്പിച്ചതാണെന്ന് നിങ്ങളുടെ പ്രവർത്തകനടക്കം പറഞ്ഞ പ്രമാണം എന്റെ കയ്യിലുണ്ട്, തെളിവുണ്ട്. നിങ്ങൾ ഇനി നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് അവിടെ നടക്കുന്ന പരിപാടി സുന്നികൾ മാത്രമേ നിങ്ങൾ പറയുന്നത്. സുന്നികളുടെ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്. നടത്തുന്ന പരിപാടിയല്ല, അത് സുന്നികൾ നടത്തുന്ന പരിപാടിയാണെന്ന് അറിയോ? നിങ്ങളുടെ ധീരമായ പിൻമാറ്റം സംഭവം നാനാഭാഗങ്ങളിൽ നിന്ന് ഒറിജിനൽ സുന്നി എന്ന പേരിൽ ഐഡിയിലിരുന്ന് താങ്കളും ഇന്റർനെറ്റിലൂടെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. താങ്കൾ ഒറിജിനൽ സുന്നി എന്ന പേരിൽ നിങ്ങളുടെ സുധീരമായ പിന്മാറ്റം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ധൈര്യപൂർവ്വമുള്ള പിന്മാറ്റം ശത്രുക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുജാഹിദ് മടവൂർ വിഭാഗത്തിൽ നിന്ന് താങ്കളെ പുറത്താക്കുകയായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് കോപിച്ചിട്ട് കാര്യമില്ലെന്നാണ് അവസാനമായി മൗലവിയോട് പറയാനുള്ളത്. നിങ്ങൾക്ക് നന്മ വരട്ടെ, ഒറ്റപ്പെടും മുമ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നല്ലൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് നമുക്ക് മറ്റൊരു നല്ല അതിഥി ഇതിലുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ ഫോൺ ചെയ്യുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. വ്യവസ്ഥ ഇവിടെ എഴുതിയത് ഒരു ഔദ്യോഗിക പ്രസ്ഥാനത്തിന്റെ വാർത്താക്കളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഇടപെട്ട ആളുകളെ തൽക്കാലം ഒന്ന് വിളിക്കൽ ബാധ്യതയാണ്, ആ നിലയിലാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഇത് ആവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒഴിഞ്ഞുമാറ്റം എല്ലാവർക്കും ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യതയായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. Your call is waiting. Please stay online. മുജാഹിദ് പ്രവർത്തകരിൽ എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. Your call is waiting. മടവൂർ വിഭാഗത്തിന്റെ ആളുകളും ഫോണ് ഓഫ് ചെയ്ത് തുടങ്ങി. അല്പം മുമ്പ് മൗലവി വിഭാഗമായിരുന്നു ഈ പണിയെടുത്തിരുന്നത്. ഇപ്പോൾ ഇവരും ഫോൺ ഓഫ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ മൗലവിമാർ ക്ഷമിക്കുന്നുണ്ടാവും ഈ മൊബൈൽ കണ്ടുപിടിച്ച ആളുകളെ. എന്തായാലും
ഒരുപാട് ടെക്നോളജിയുടെ വികാസങ്ങൾക്കനുസരിച്ച് LCDയെ ഇപ്പോൾ ക്ഷപിക്കുന്നത് പോലെ മൊബൈലിനെയും ക്ഷപിക്കുന്നുണ്ടാവും. എന്തായാലും ടെക്നോളജിയുടെ വികാസം സാമ്രാജ്യത്വ ദാസ്യത്തിന്റെ പരാജയത്തിനും കൂടി കാരണമാവുമ്പോൾ അതൊരു വിധിവൈപരീത്യം തന്നെയായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങോട്ടേക്കാ സാധാരണ സംവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. എഴുതി തീരുമാനിച്ച വ്യവസ്ഥകളിലാണ് അങ്ങനത്തെ. ഭൂമിശാസ്ത്രപരമായും മറ്റും ഒരുപാട് പ്രത്യേകതയുള്ള വയനാട്ടിൽ നിന്നാവുമ്പോൾ വളരെ പ്രകൃത്യാ തന്നെയുള്ള നല്ലൊരു സംവാദമാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ലഭിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വരാനുള്ള പരമാവധി അവസരങ്ങൾ നൽകിക്കൊണ്ടാവട്ടെ ചർച്ച എന്ന് കരുതിയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലേ? എങ്കിൽ 5 ഹലോ ഹലോ നവാസ് അല്ലേ? അതെ. നമ്മൾ ഇന്നൊരു സംവാദം നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ. അതെ, ബത്തേരിയിൽ വെച്ച്. ആ സംവാദം നമ്മുടെ ഉസ്താദുമാരും അതുപോലെ ആ വിഷയത്തിൽ സംവാദ വ്യവസ്ഥ എഴുതിയ സുന്നി പക്ഷത്തുള്ള എല്ലാവരും എത്തിച്ചേർന്നിട്ടും നിങ്ങൾ എത്തിച്ചേർന്നില്ല. എന്തുകൊണ്ടാണത് പരിപാടി നടക്കാതെ? ഞങ്ങൾ ഈ വേദിയിൽ നിന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ക്യാൻസൽ ചെയ്ത പരിപാടി നമ്മൾ അറിയാതെ ചെയ്യുന്നതിന് നമ്മൾ അറിയില്ല. ക്യാൻസൽ ചെയ്ത പരിപാടിയാണ് ഇന്നലെ. എല്ലാവരും കൂടി അതിൽ ഒപ്പിട്ടതുമാണ്. ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് ഈ 7 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ടോ? 7 സംഘടനയായുള്ള 7 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ടോ? വ്യവസ്ഥയിൽ പറയുന്ന 7 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ആണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് പോയിരിക്കുന്നു. അള്ളാഹു വഹാബിസത്തിന്റെ ആളുകളിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫോണ് കൊടുക്കാവുന്നതാണ്. ഹലോ 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 മടവൂർ സാഹിബല്ലേ? ഹുസൈൻ മടവൂർ സാഹിബല്ലേ? അതെ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മുഹമ്മദ് രാമന്തളി എന്നാണ്. നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ദിവസം പരിചയപ്പെട്ടിരുന്നല്ലോ ട്രെയിനിന്. ആ ജിഹാദ് നിങ്ങളൊക്കെ ഒന്നിച്ചു വരുന്ന സമയത്ത് പരിചയപ്പെട്ട നമ്മുടെ ഇന്ന് വയനാട്ടിൽ വെച്ച് ഒരു സംവാദം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ SYSSSFന്റെ പ്രവർത്തകരും നിങ്ങളുടെ KNMുമായി ബന്ധപ്പെട്ട നമ്മുടെ മമ്മൂട്ടി മൗലവി ഉണ്ടല്ലോ വയനാട്ടിലുള്ള, അവരുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയൊക്കെ എഴുതിയിട്ട് 1/11/2010 എഴുതിയ വ്യവസ്ഥയായിരുന്നു. ഇന്നൊരു സംവാദം നടക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യാദൃശ്ചികമായി ഇപ്പോൾ മൗലവിമാർ വിളിച്ചു പറയുന്നു ഞങ്ങൾ ആ പരിപാടിക്ക് പോകുന്നില്ല, ഞങ്ങൾ ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. വ്യവസ്ഥ എഴുതി ഒപ്പിട്ട് കൈമാറിയതായിരുന്നു. എന്തെങ്കിലും താങ്കൾ അറിയുമോ ആ വിഷയത്തെ കുറിച്ച്? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ായിരുന്നു. ആണോ? ഇന്ന് വന്നിട്ടുള്ള. അപ്പൊ അവര് പറഞ്ഞത് ഇതിൽ നിന്ന് ഞങ്ങളുടെ ഈ സംഘാടകരായ ആളുകൾ പിന്മാറിയെന്നാണ്. പക്ഷെ സംഘാടകരായ മുജാഹിദിന്റെ പ്രവർത്തകരെ പിന്മാറിയെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും വ്യവസ്ഥ എഴുതി കൈമാറിയതിനു ശേഷമാണ് പിന്മാറിയത്. ഇത് ശരിക്കും നമുക്കൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സമീപനമല്ല ശരിക്കും സ്വീകരിച്ചത്. എനിക്ക് അതിന്റെ സംഗതികളൊന്നും അറിയില്ലല്ലോ, ഒന്നും പറയാനേ. ഞാനത് കേട്ടിട്ടില്ല. ഇല്ലല്ല. അപ്പൊ ഇതില് ഈ സംഭവത്തിൽ കാണുന്നത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംവാദം നടക്കാൻ വിഷയം തീരുമാനിച്ചു. മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുക എന്ന ഇസ്തിഹാസ അനുവദനീയമാണെന്ന് സുന്നി വിഭാഗവും അനുവദനീയമല്ല എന്ന് മുജാഹിദ് വിഭാഗവും പറഞ്ഞു എന്നാണ്. ശരിക്കും നമ്മൾ ശിർക്കാണ് എന്നല്ലേ പറയുന്നത് ഇതിനെ കുറിച്ച്, ഇസ്തിഹാസത്തെ കുറിച്ച്? ശിർക്ക് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവര് എഴുതിയെടുത്ത് തന്നെയും വളരെ ലഘൂകരിച്ചാണ് എഴുതി കൊടുത്തത്. എന്നിട്ടാണ് അവസാനം ഇങ്ങനെ പിന്മാറി എന്നൊരു ചുറ്റുപാടിലേക്ക് വന്നത്. നമ്മുടെ സലാം സുല്ലമി അടക്കമുള്ള ആളുകളും ഷബാബിലും അതുപോലെ അൽമനാറിലും ഒക്കെ
ഈ ഇത്തിഹാസ ഷിർക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടും ഇപ്പോൾ ഇങ്ങനെ സ്വീകരിച്ച ഈ നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നത് താങ്കള്? എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഞാൻ ഇതിന്റെ പശ്ചാത്തലം ഒന്നും അറിയില്ല. ഒന്നും പറയാൻ കഴിയില്ല. അതെ ഈ ഇത്തിഹാസയുടെ പശ്ചാത്തലം, ഈ പറയപ്പെട്ട വിഷയത്തിന്റെ പശ്ചാത്തലം ഒന്നും താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ? നിങ്ങളെ ഈ സംവാദത്തെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. ആരാണ് അതില് പോയതെന്നോ എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നോ എന്താണ് വിഷയമെന്നോ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു വിഷയത്തില് മുൻകൂടി ഒന്നും അറിയാതെ എന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ അങ്ങനെ ഒരു പരിപാടി തീരുമാനിച്ച് പിന്മാറുന്നതിനേക്കാൾ മറ്റൊരു ദിവസം ഇതേ വ്യവസ്ഥയിൽ ഒരു സംവാദം മടവൂർ സാഹിബിന്റെ നേതൃത്വത്തിലും തീരുമാനത്തിലും ഒന്ന് നടത്തിക്കൂടെ? അതൊക്കെ ഇങ്ങനെ ഫോണിലൂടെ പറയാവുന്നതല്ലല്ലോ. അല്ല അങ്ങനെയല്ല. ഞാൻ മറ്റന്നാള് ഹജ്ജിന് പോവാണ് ഇൻഷാ അല്ലാഹ്. ആണല്ലേ? ബാംഗ്ലൂരിൽ ഒന്നാമത്തെ എന്താ പറയാ, ഈ സംവാദം എന്നുള്ളത് നല്ലത് നേരിട്ടിരുന്ന് സംസാരിക്കലാണല്ലോ നല്ലത്. അതെ, തീർച്ചയായും. അങ്ങനെ സംശയമുള്ള ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റികൾ തമ്മിലോ നല്ലത്. കാരണം ഇതൊരു വയനാട്ടിലോ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ചെറിയ വിഷയമല്ലല്ലോ. അപ്പൊ ഇക്കാര്യത്തില് ഫലപ്രദമായ സംസ്ഥാന കമ്മിറ്റികൾ തമ്മിൽ ചെയ്യുന്നതാണ്. തീർച്ചയായും മതിയല്ലോ. ആ നിലയിൽ മമ്മൂട്ടി മൗലവി ചെയ്തത് വളരെ വലിയ തെറ്റാണല്ലേ? അല്ല, അതെനിക്ക് അറിയില്ലല്ലോ എന്താണ് അദ്ദേഹം ചെയ്തത്, എങ്ങനെയാണ് ചെയ്യേണ്ടുന്നതിന് പകരം ഒരു പ്രാദേശികമായി അതെ സംസ്ഥാനത്തിലെ ഔദ്യോഗികമായ ഒരു വിഭാഗത്തിന്റെ നേതാവ് എന്ന നിലയിൽ മടവൂർ സാഹിബ് വളരെ മാന്യമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഖണ്ഡന മണ്ഡനങ്ങൾ കൂടുതൽ പാടില്ലെന്ന് പറയുന്ന ഒരാളെന്ന നിലയിലൊക്കെ ഈ വാക്കിന് പ്രസക്തിയുണ്ട്. മഷ്കൂർ, നിങ്ങൾ പറഞ്ഞ വളരെ പ്രസക്തമായ അഭിപ്രായമാണ് നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള. അപ്പൊ ആ നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി മൗലവി ചെയ്ത ഈ ഒരു സമീപനം ശരിക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലെ നിങ്ങൾ നേതൃത്വം നൽകി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനത്തെ തകർക്കും വിധത്തിലായി പോയതിൽ കുറ്റമില്ലേ? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്താ, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്താണ് പറഞ്ഞതെന്നൊന്നും അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ പ്രവണത ഉണ്ട്, ആർക്കെങ്കിലും ഫോൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അങ്ങനെ അല്ലേ പറഞ്ഞതെന്ന് പറയാം, ഇവരിങ്ങനെ അല്ലേ എന്ന് പറയാം, പിന്നെ അത് കാസറ്റായി വരിക, അത് ക്ലിപ്പിംഗ് ചെയ്യുക, ടെലിഫോൺ റെക്കോർഡ് ചെയ്യുക, പിന്നീട് അത് നോട്ടിഫിക്കാൻ, ഇങ്ങനെയുള്ളൊരു മോശത്തരത്തിലേക്ക് പലതും പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയില്ല. തീർച്ചയായും നിങ്ങൾ പറഞ്ഞു വളരെ ഈ നമ്മുടെ മൗലവി വിഭാഗം മുജാഹിദുകളുടെ സ്ഥിരം ശൈലിയാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ശൈലിയാണ്. കാരണം അവർ ക്ലിപ്പിങ്ങുകളൊക്കെ കട്ടെടുത്ത് നിങ്ങളുടെ തന്നെ പുസ്തകത്തിലെ ചില വാചകങ്ങളെ പോലും അവർ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്തത് നമ്മളൊക്കെ വായിച്ചതും കേട്ടതുമാണ്. ആ നിലയിൽ നമ്മൾ തീർച്ചയായും അത് പറയുന്നു. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഈ മമ്മൂട്ടി മുസ്ലിയാരെ പോലുള്ളവർ നേതൃത്വവുമായി എന്താണ് അവിടെ നടന്നതെന്ന് അറിയാതെ നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇൻഷാല്ലാ തീർച്ചയായും. അതിൽ നമ്മളെപ്പോഴും അന്നും നമ്മൾ സംസാരിച്ചു, അതിൽ നമുക്ക് പ്രശ്നങ്ങളേ ഇല്ല. എന്നാലും ഞാൻ നിങ്ങളെ പ്രസ്ഥാനത്തിൽ അങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കണ്ട എന്നോട്. എനിക്കൊന്നും പറയാൻ അങ്ങനെ പറയാം. നിങ്ങളെ ഈ ഇസ്ലാമായ അവസ്ഥ ഞാൻ പരിതപിക്കുന്നു. എന്നാ പിന്നെ പോട്ടെ. നമുക്ക് ഏറ്റവും സുപരിചിതനും പ്രസിദ്ധനും ഒക്കെയായ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു മുഹദ്ദിസുണ്ട്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അദ്ദേഹത്തെയാണ് നാം ഫോണിൽ ബന്ധപ്പെടുന്നത്. സലാം സുല്ലമി, അദ്ദേഹത്തെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രിയും രാവിലെയുമൊക്കെ ഞങ്ങൾ സംസാരിച്ചതാണ്. ബാക്കി ഭാഗം ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്ത് ഈ ഫോൺ സംഭാഷണം ഇവിടെ അവസാനിപ്പിച്ച് വിഷയത്തിലേക്ക് പ്രവേശിക്കും. ഇനി നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ നേതാക്കളും അനുയായികളും തമ്മിലുള്ള ബന്ധവും പ്രസ്ഥാനവും പ്രവർത്തകരും തമ്മിലുള്ള അകൽച്ചയുമൊക്കെ ബോധ്യപ്പെട്ട സ്ഥിതിയിൽ നമുക്കിനി കൂടുതൽ ഈ പ്രസ്ഥാനത്തിന്റെ സംഘാടനത്തെയോ ശൈലിയെയോ പഠിക്കേണ്ടതില്ല. ഫോണിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. Number you have called is not accepting any calls at this moment. Please try again later. താങ്കൾ വിളിച്ച നമ്പർ ഈ സമയം കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല. വളരെ നല്ല മെസ്സേജാണ്. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. ഈ സമയത്ത് ഫോണുകൾ സ്വീകരിച്ചാൽ പലപ്പോഴും മടവൂര് പെട്ടതുപോലെ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. സീറ്റിനെ വിളിക്കും.
Number you have called is not accepting any calls at this moment. Please try again later. താങ്കൾ വിളിച്ച നമ്പർ ഈ സമയം കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ ആദർശ പാപ്പരത്വം തെളിയിക്കുന്ന നിമിഷങ്ങളും സന്ദർഭങ്ങളുമാണ് കടന്നുപോയത്. വരാൻ പോകുന്ന നിമിഷങ്ങളും അതിന് സാക്ഷിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന സലാം സുല്ലമിയെ വിളിച്ചു, ലഭിച്ചില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സലഫി നായകനായി അറിയപ്പെടുന്ന ഹുസൈൻ സലഫി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന അകന്ന ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രദേശത്തെ ഏറ്റവും വലിയ നേതാവായ മമ്മൂട്ടി മൗലവി ഒഴിഞ്ഞുമാറ്റത്തിന്റെ യഥാർത്ഥ രൂപം പറഞ്ഞു തന്നു. മറ്റ് അദ്ദേഹത്തിന് സഹായിയായി ഇവിടെ വന്ന മറ്റൊരു മുജാഹിദ് പ്രവർത്തകൻ നിസാർ, അദ്ദേഹം വിഷയം സംസാരിക്കാൻ പോലും പൂർത്തിയാക്കാൻ പോലും നിൽക്കാതെ ഒഴിഞ്ഞുമാറി കട്ട് ചെയ്തു പോയി. ഞങ്ങൾ ഈ സമയത്ത് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ ആമുഖമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സംവാദത്തിന് വന്ന ഉസ്താദുമാരെ ഭയന്നുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നതെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഉസ്താദുമാർ ഫലാഹിലേക്കും അതുപോലെയുള്ള നമ്മുടെ ദർസുകളിലേക്കുമൊക്കെ തിരിച്ചു പോകും. അവരൊന്നും എവിടെ ഇരിക്കുന്നില്ല. തയ്യാറാണെങ്കിൽ മമ്മൂട്ടി മൗലവിയോട് തന്നെയാണ് പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ തയ്യാറാണ് നിങ്ങളുമായി സംവാദം നടത്താൻ. വീണ്ടും വെല്ലുവിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് കേട്ട് വഴിയിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുക. ഉസ്താദുമാരെ ഭയപ്പെട്ടുകൊണ്ടാണ് സാധാരണക്കാരായ ഞാനും എൻ്റെ സുഹൃത്തുക്കളായ 3-4 പ്രവർത്തകരിവിടുണ്ട്. സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ഉസ്താദുമാർ കൊണ്ടുവന്ന കിതാബുകൾ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ് സംവാദത്തിന്. ഈ സംവാദത്തിന് മമ്മൂട്ടി മൗലവിയോ അതുപോലെ സലാം സുല്ലമി തന്നെ വന്നാലും ഞങ്ങളുടെ പ്രവർത്തകരിൽ പലരും നിങ്ങളെ നേതാക്കളെ മരുന്ന് കച്ചവടക്കാരായ പ്രവർത്തകർ പോലും നിങ്ങൾ പലരെയും പിടിച്ചുകെട്ടിയ ചരിത്രാനുഭവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വയനാടിലെ നൂറുകണക്കായ മുഅ്മിനുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ആഴിയിലേക്ക് താഴ്ന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ മുജാഹിദിന്റെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും തന്റെ ഏടികളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, കടന്നു വരണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പ്രസ്ഥാനമാണ് വയനാട്ടിൽ നിന്ന്, ഒരു കടല് പോലുമില്ലാത്ത വയനാട്ടിൽ നിന്ന് വഹാബിസം ഒലിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ നേതാക്കൾ ആദർശത്തിന്റെ ഒരു ഡെഡ് ലൈനായി വെച്ച ആദർശത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു നിർണിത സ്ഥാനം വെച്ചതുപോലും വയനാട്ടിലെ 9-ാം വളവല്ലേ, വയനാട്ടിലെ ചുരമല്ലേ, ചുരത്തിലെ വളവല്ലേ. കുഞ്ഞീദ് മദനി പോലും പറഞ്ഞത് തൗഹീദിന്റെ അപ്പുറവും ഇപ്പുറവും നിശ്ചയിക്കുന്നത് വയനാട്ടിലെ വളവിൽ നിന്നാണെന്ന്, ചുരത്തിലെ വളവിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടെന്താണ് നിങ്ങൾക്കിവിടെ തൗഹീദ് പറയാൻ അവസരമില്ലാതായി പോയത്? നിങ്ങൾക്ക് തന്റെ ഇടമില്ലാതായി പോയത്? ഇത് വല്ലാത്തൊരു നാണക്കേടാണ് കേട്ടോ. ഇത് ലോകം കാണുന്നുണ്ട് കേട്ടോ. വിദ്യാസമ്പന്നരും ടെക്നോളജിയിൽ ഏറ്റവും പുരോഗമിച്ചവരുമാണ് എന്ന് ഒരുപാട് പെരുമ്പറയടിച്ചിരുന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരായി പരിചയപ്പെടുത്തിയിരുന്ന നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിപ്പോയതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പലരുടെയും പേരുകളിൽ ഹുസൈൻ എന്നും അബ്ദുസലാം എന്നും മമ്മൂട്ടി എന്നുമൊക്കെ ഉണ്ടല്ലോ എന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളായിപ്പോയല്ലോ എന്നതിലും ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോണിൽ എല്ലാ മൗലവിമാരെയും ഞങ്ങൾ ബന്ധപ്പെട്ടു. ഒരു മൗലവിയും ഒരു നേതാവും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ ഇത്രയും സമയം മൗലവിമാർ വരാത്തത് കൊണ്ടാണ് ഈ നിലയിൽ ഞങ്ങൾ അവരെയും അവരുടെ ആളുകളെയും ഒക്കെ ക്ഷണിച്ചത്. ഇൻഷാ അല്ലാഹ് പരിപാടി ആരംഭിക്കുകയാണ്. നമുക്കിവിടെ ഈ പരിപാടിയിൽ ദുആ ചെയ്തു തന്നുകൊണ്ട് ഈ പരിപാടിയെ ആത്മീയോദ്ഘാടനം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഉസ്താദാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ഇവിടെ ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനും
നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഈ സദസ്സ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. അതുപോലെ സ്വാഗതം പറയുന്നത് നമ്മുടെ ചെറുവേരി ഉസ്താദാണ്. ഉദ്ഘാടനം നടത്തുന്നത് വെള്ളയൂർ സക്കാഫി ഉസ്താദാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് നൗഷാദ് ഹസനിയാണ്. അതോടെ ഈ പരിപാടിയുടെ ആദ്യാന്തം ഇങ്ങനെ മുജാഹിദുകളെ കൊണ്ടുപോയി ഒരു വലിയ കുടുക്കിലിട്ട്, മുജാഹിദുകളെ കൊണ്ടുവന്ന് വലിയ കുടുക്കൊരുക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ വയനാട്ടിലെ 9-ാം വളവിന്റെ ഉന്നതമായ ചുരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കയറും കെട്ടി താഴേക്ക് ഇങ്ങനെ വലിച്ചിറക്കി കൊടുത്തത് നമ്മുടെ KS ഉസ്താദാണ്. KS മുഹമ്മദ് സക്കാഫി ഉസ്താദാണ്. അദ്ദേഹം ഈ വിഷയത്തിന്റെ മൊത്തം അവലോകനം നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. അതുപോലെ നന്ദി പറയുന്നത് അസീസ് സാഹിബാണ്, അസീസ് മുസ്ലിയാരാണ്. അങ്ങനെ അദ്ദേഹവും ഈ സംവാദത്തിലേക്ക് മുജാഹിദുകളെ വ്യവസ്ഥയിലേക്കെങ്കിലും എത്തിക്കാൻ ഈ നിലയിലേക്ക് ശ്രമിച്ചത്, പ്രവർത്തിച്ചത് അവരൊക്കെയാണ്. അള്ളാഹു ഈ ഉസ്താദുമാർക്കും പ്രവർത്തകർക്കുമൊക്കെ ബിദ്അത്തിനെതിരെ ആയുരാരോഗ്യത്തോടെ ജ്വലിക്കുന്ന ഈമാനിക പ്രഭാവത്തോടെ ബിദ്അത്തിനെ പിടിച്ചുകെട്ടാൻ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അഗ്നിയായി ബിദ്അത്തിനെ കരിച്ചു കളയാനുള്ള ശക്തി അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം പറയുന്നതിന് ചെറുവേരി ഉസ്താദാണ് സ്വാഗതം പറയുന്നത്. അതിനു മുമ്പ് ദുആ ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദാണ്. അതുകൊണ്ട് ഉസ്താദിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുന്നു. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് പരിപാടിക്കിടയിൽ ചിലപ്പോൾ ചില സന്തോഷ വാർത്തകളും അറിഞ്ഞേക്കാം. ഷബീർ തയ്യാറായി നിൽക്കുന്നുണ്ട്, ക്യാമറയും റെഡിയാണ്. പുതിയ സംഭവങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സാക്ഷിയാവാൻ സാധ്യതയുണ്ട്. ലഭിച്ചാൽ സാധിച്ചാൽ എന്നുകൂടി വാക്ക് തന്ന് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മുടെ പ്രവർത്തകരൊക്കെ മുന്നോട്ട് കയറിയിരിക്കാം. മുജാഹിദുകൾ വരികയാണെങ്കിൽ അങ്ങോട്ട് മാറാം. ബാക്കിലിരിക്കുന്നവർക്ക് അങ്ങോട്ട് ഇരുന്നോടും. ഇൻഷാഅല്ലാഹ് നമ്മുടെ സദസ്സിന്റെ ഭംഗി, നമ്മുടെ പൊതുസമ്മേളനം വൈകുന്നേരം വരാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ താമസിപ്പിക്കാതെ പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കും. മുജാഹിദുകൾ ഇത് കഴിയുന്നതിന് മുമ്പ് എപ്പോൾ വന്നാലും സംവാദത്തിന് നമ്മൾ റെഡിയാണ് എന്ന് നമ്മുടെ പ്രവർത്തകരും അതുപോലെ ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോ തുടങ്ങുന്നത് സംവാദമല്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് സാധാരണക്കാരായ മുജാഹിദുകൾ വന്നാൽ ഇൻഷാ അല്ലാഹ് അവർക്കും അവസരമുണ്ട്, ഔദ്യോഗിക വിഭാഗത്തിനും അവസരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിപാടി തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العظيم. وقال النبي صلى الله عليه وسلم فيما رواه الإمام البخاري رحمة الله عليه في صحيحه: من أحدث في أمرنا هذا ما ليس فيه فهو رد. صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ പ്രവർത്തകരെ, വന്യരായ ശ്രോതാക്കളെ, വളരെ ആവേശപൂർവം മുജാഹിദ് വിഭാഗത്തിലെ ഹുസൈൻ മൗലവി മടവൂരിന്റെ വിഭാഗവുമായി ഇസ്തിഗാസ എന്ന വിഷയത്തിൽ സംവാദം നടത്തുവാനാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം പ്രവർത്തകർ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ, യുവ പണ്ഡിതന്മാർ അവരുടെ തിരക്കിനിടയിൽ ഇത്തരം ഒരു സംവാദം നമ്മുടെ പ്രസ്ഥാനത്തിന്, സുന്നത്ത് ജമാഅത്തിന്
അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കുകയും ആ ഗുണകരമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ കാരണത്താൽ സാഹസികമായ ഈ ഒരു ദൗത്യത്തിന് വിദഗ്ധ പ്രസ്ഥാനങ്ങളുമായി ഏറ്റുമുട്ടുന്നതിന് ധാരാളം പ്രമാണങ്ങളുമായി കിതാബുകളുടെ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടെ ധാരാളം കിതാബുകളുമായി ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൽപ്പറ്റയിൽ നിന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് ഒളിച്ചോടിയ ഇതേപോലെ തന്നെ ഒരു സംവാദ വ്യവസ്ഥ എഴുതി ധാരാളം പണ്ഡിതന്മാർ ആ വ്യവസ്ഥ പ്രകാരം സംവാദത്തിന് വേദിയിൽ വന്നു. പക്ഷേ മുജാഹിദ് വിഭാഗം വന്നില്ല. അന്ന് കൽപ്പറ്റയിൽ അഷ്റഫ് മൗലവിയായിരുന്നു അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു ഇരുവിഭാഗവും തെറ്റിപ്പിരിയുന്നതിന് മുമ്പ് അത്തരം ഒരു സംവാദത്തിന് കളമൊരുക്കിയിരുന്നത്. പക്ഷെ അന്ന് മുങ്ങിയതാണ് അദ്ദേഹം. അതിനുശേഷം മുജാഹിദിന്റെ ഒരു സ്റ്റേജിലും അദ്ദേഹം പൊങ്ങിയതായി കണ്ടിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് മുജാഹിദ് വിഭാഗം തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം മടവൂർ വിഭാഗവുമായി സുൽത്താൻ ബത്തേരിയിലെ ഈ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സംവാദം പ്രതീക്ഷിച്ചു വന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദുകൾ മുങ്ങിയിരിക്കുന്നത്. അവർക്ക് ആദർശമില്ല, അവർക്ക് ഇസ്ലാമിനോട് പ്രതിപത്തിയില്ല, അവരുടെ മുന്നിൽ പ്രമാണങ്ങളില്ല, അവർക്ക് പ്രമാണങ്ങൾ കൊണ്ടവരുടെ വാദങ്ങൾ തെളിയിക്കാൻ സാധിക്കുകയില്ലെന്ന് അവർ തന്നെ വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വ്യക്തമായ രൂപത്തിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതി? കഴിഞ്ഞ 1-ാം തീയതിയാണ് സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത്. 1/11/2010 ബീനാറ്റിയിൽ ചേർന്ന സൗഹൃദ ചർച്ച നടത്തുന്നതിന് വേണ്ടി ചേർന്ന ആ വേദിയിൽ വെച്ച് സംവാദത്തിന് വ്യവസ്ഥ എഴുതി. ആ വ്യവസ്ഥയിൽ 11 വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ ബഹുവന്യനായ രാമന്തളി സൂചിപ്പിച്ചതുപോലെ 7 ആളുകളാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത്. 4 മുജാഹിദുകളും 3 സുന്നികളും. അതായത് സംവാദ വ്യവസ്ഥ എഴുതുന്നതിൽ പോലും മുജാഹിദുകൾക്കാണ് പരിഗണന കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിലും സംവാദം നടക്കണമെന്ന് സുന്നി വിഭാഗത്തിന്റെ വളരെ നല്ല താൽപര്യത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നു ആ സംവാദത്തിന്റെ വ്യവസ്ഥകൾ? നിങ്ങൾക്ക് അതിന്റെ കോപ്പി ലഭിക്കും. 7/11/2010 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സുൽത്താൻ ബത്തേരി ഐശ്വര്യ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ മറ്റ് സൗകര്യപ്പെടുന്ന സ്ഥലത്തോ 2 മണി വരെ സുന്നി മുജാഹിദ് വിഭാഗത്തിലെ നിശ്ചയിക്കുന്നവർ തമ്മിൽ തീരുമാനിക്കുന്ന വിഷയത്തിൽ ചർച്ച നടത്തുക. ഒന്നാമതെഴുതിയതാണ്. ഒന്നാമതെഴുതിയ ഈ വിഷയം അംഗീകരിച്ചുകൊണ്ട് അന്ന് കൂടിയ മുഴുവൻ ആളുകളും ഒപ്പിട്ടിട്ടുണ്ട്. രണ്ടാമത് വിഷയം മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുക എന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്ന് സുന്നി വിഭാഗവും അനുവദനീയമല്ല എന്ന് മുജാഹിദ് വിഭാഗവും. തെളിവുകൾ ഖുർആൻ, സഹിഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇതിലും ഈ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതിയാണ്. മൂന്നാമതായി ഇരുവിഭാഗവും 20 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക. ഇതൊരു സംവാദമല്ലേ? 20 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക. നാലാമത് 2 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് മറുപടിയുമായി സമയം പരിമിതപ്പെടുത്തുക. 2 മിനിറ്റ് ചോദിക്കുക, 2 മിനിറ്റ് ചോദിക്കുന്നതിന് 5 മിനിറ്റ് മറുപടി കൊടുക്കുക. ഇത് അംഗീകരിച്ചവരല്ലേ മുജാഹിദുകൾ? എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു വേദി
നിങ്ങളുടെ ആശയം പറയാനും അത് പ്രചരിപ്പിക്കാനും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ട് എന്തുകൊണ്ട് മുജാഹിദുകൾ ഇവിടെ വന്നില്ല? എന്തുകൊണ്ട് മുങ്ങി? മുങ്ങാനുണ്ടായ കാരണം ഈ സ്റ്റേജിൽ വന്നുകൊണ്ട് സംവാദം നടത്തിയാൽ മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോകുമെന്നവർക്കറിയാം. അവരുടെ ആദർശത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ് അവര് ഈ സ്റ്റേജിൽ വരാതെ പോയത്. അഞ്ചാമത്, വേദി നിയന്ത്രിക്കുന്നത് KS മുഹമ്മദ് സഖാഫിയും T ഷരീഫും സംയുക്തമായി ചെയ്യുക. 6, 2 വിഭാഗത്തിൽ നിന്നും നിശ്ചയിച്ച മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും.